ഹായ് എവരി വൺ, ബയോമൈൻഡ് ടോണിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ മൂന്നാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം. അതായത് കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ ഹോർമോണുകളെക്കുറിച്ചുള്ള എല്ലാ ഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹോർമോണുകളെ പോലെയുള്ള ചില രാസവസ്തുക്കളുണ്ട്. ഫിറമോണുകൾ എന്നാണ് അവ അറിയപ്പെടുക. ഈ ഫിറമോണുകൾ എന്താണ്, എന്തിനാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ആരൊക്കെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യും, സസ്യങ്ങളിലുള്ള ചില ഹോർമോണുകളുണ്ട്, അതും കൂടി ആകുന്നതോടുകൂടി ഇന്നത്തെ ക്ലാസ് തീരും. വളരെ കുറഞ്ഞ കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാനുള്ളൂ. അത് നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ആദ്യം പറഞ്ഞു, ജന്തുക്കളെ അല്ലെങ്കിൽ ഹോർമോണുകളെ പോലെ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളുണ്ട്. അവകളുടെ പേരാണെന്ത്? ഫിറമോണുകൾ എന്നുള്ളത്. ഫിറമോണുകൾ എന്ന് പറയും, അല്ലെങ്കിൽ ഫിറമോൺസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ എന്താണ് ഫിറമോൺ? അതായത് ഒരു വിഭാഗം ജന്തുക്കൾ, എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. അപ്പോൾ ഒരു വിഭാഗം ജന്തുക്കൾ അവരുടെ ശരീരത്തിന് പുറത്തേക്ക് സ്രവിക്കുന്ന അല്ലെങ്കിൽ അവയുടെ ചുറ്റുപാടുകളിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കൾക്കാണ് എന്ത് പറയാം? ഫിറമോണുകൾ എന്ന് പറയാം. ഒരു വിഭാഗം ജന്തുക്കൾ അവരുടെ ശരീരത്തിന് പുറത്തേക്ക് സ്രവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണെന്ത്? ഫിറമോണുകൾ. എന്തിന്? അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതേ വർഗത്തിൽപ്പെട്ട ജീവികളുമായി ആശയവിനിമയം നടത്താൻ, അല്ലെങ്കിൽ ഒരേ വർഗത്തിൽപ്പെട്ട ജീവികളുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി ജന്തുക്കൾ അവരുടെ ശരീരത്തിന് പുറത്തേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറമോൺ. Pheromones are chemical substances secreted by a group of organisms to their surroundings to communicate with the organisms in their group. കിട്ടിയ? സോ ഒന്നുമില്ല. ഫിറമോൺ എന്ന് പറഞ്ഞാൽ ഫിറമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ്. ഒന്നാമത്തെ പോയിന്റ്. ആരാ സ്രവിക്കുക? സെക്രീറ്റഡ് ബൈ ഓർഗാനിസംസ്. ജന്തുക്കൾ സ്രവിക്കുന്നു. അല്ലെങ്കിൽ സെക്രീറ്റഡ് ബൈ അനിമൽസ്, അങ്ങനെ പറഞ്ഞാൽ മതി. സെക്രീറ്റഡ് ബൈ സം അനിമൽസ് ടു ദെയർ സറൗണ്ടിങ്സ്. എങ്ങോട്ട്? അവരുടെ സറൗണ്ടിങ്സിലേക്ക്. എന്തിന്? ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഓർഗാനിസംസ് ഇൻ ദെയർ ഗ്രൂപ്പ്. അവരുടെ ഗ്രൂപ്പിലുള്ള ഓർഗാനിസംസുമായി എന്ത് ചെയ്യാൻ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതിന് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് എന്ത്? ഫിറമോൺ എന്നുള്ളത്. റെഡിയല്ലേ? ഇനി ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്രവിക്കുന്ന ഫിറമോണും നമ്മൾ മുമ്പ് പഠിച്ച ഹോർമോണും തമ്മിലൊരു 2-3 വ്യത്യാസങ്ങളെങ്കിലും പഠിച്ചു വെച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കുറഞ്ഞു പോകും. ചോദിക്കാൻ സാധ്യത ഏറിയൊരു ചോദ്യമാണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹോർമോൺസ് ആൻഡ് ഫിറമോൺസ്. ഹോർമോണും ഫിറമോണും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം ചോദിച്ചിട്ടുണ്ട് പലതവണ, ഇനിയും ചോദിക്കാൻ സാധ്യത ഏറെയാണ്. നോക്കാം നമുക്ക്. നമ്മൾ ആദ്യം പറഞ്ഞു, ഫിറമോൺ ആരാ സ്രവിക്കുക? ജന്തുക്കളാണ്. ഹോർമോൺ ആണെങ്കിലോ ജന്തുക്കളും സ്രവിക്കും, പിന്നെ ആരാൾ വേറെ? സസ്യങ്ങളും സ്രവിക്കും. അപ്പോൾ ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, ബട്ട് ഫിറമോൺസ് ആർ സെക്രീറ്റഡ് ബൈ ഓൺലി അനിമൽസ്. ഒന്നായല്ലോ. ഹോർമോൺ ജന്തുക്കളും സസ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഫിറമോൺ ആര് മാത്രം? ജന്തുക്കൾ മാത്രം. 2, ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ഇൻസൈഡ് ദ ബോഡി. ഹോർമോൺസ് എവിടെ ഉണ്ടാവുക? ബോഡീൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. പക്ഷേ ഫിറമോണോ ശരീരത്തിന് പുറത്തേക്കാണ് സ്രവിക്കുക. ആരാ സ്രവിക്കുന്നത്? ആരാണെങ്കിലും അവരുടെ ശരീരത്തിൻ്റെ പുറത്തേക്കാണ് സ്രവിക്കുക. അപ്പോൾ അതങ്ങനെയായി. ഇനി ഹോർമോൺസ് എന്തിനാ? ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ടു സ്റ്റിമുലേറ്റ് ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. ബോഡീൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുക. അല്ലെങ്കിൽ ശാരീരിക പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കാനാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഫിറമോണുകളോ അതിനാണോ? അല്ല. ഫിറമോൺസ് എന്തിനാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്? അതേ വർഗത്തിൽപ്പെട്ട ജീവികളുമായി ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് സെക്രീറ്റഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ഓർഗാനിസം. ആ മറ്റു ഓർഗാനിസംസുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കിട്ടിയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് വ്യത്യാസങ്ങളായിട്ട് പഠിക്കാൻ. ഇനി ഫിറമോണിൻ്റെ പ്രധാനപ്പെട്ട 2-3 ആവശ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, അതേ വർഗത്തിൽപ്പെട്ട ജീവികളുമായി ആശയവിനിമയം നടത്താൻ. ആ ആശയവിനിമയത്തിന് 2-3 കാര്യങ്ങൾ എഴുതിയാൽ മാർക്കായി. കൊടുക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തതാണ് എന്ത്?
ഒന്ന് ഇണകളെ ആകർഷിക്കുക. കിട്ടിയല്ലോ. അട്രാക്ട് മെയ്റ്റ്സ്, മെയ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ പൂച്ചകളൊക്കെ നടന്നു പോകുന്ന വഴിയിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് പോകുന്നുണ്ടല്ലോ. നിങ്ങൾ മൂത്രമൊഴിക്കാന്നാരൊക്കെ പറഞ്ഞു പോകും, പക്ഷെ അത് ശരിക്കും ആക്ച്വലി യൂറിനേഷൻ അല്ല. ഇതെന്താണ്? ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഫിറമോൺസ് സെക്രീറ്റ് ചെയ്യാണ്. അത് കടന്നുപോയി കുറച്ച് കഴിഞ്ഞ് ആ വഴിക്ക് വരുന്ന മറ്റൊരു പൂച്ച ഇത് സ്മെല്ല് ചെയ്യുന്നതും കാണാം. എന്നിട്ട് അതേ ഡയറക്ഷനിൽ പോവും. കുറച്ച് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കാണാം രണ്ടാളും തമ്മിൽ കൂടിയിരുന്ന് സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇണയെ ആകർഷിക്കാൻ എന്തുൽപ്പാദിപ്പിക്കുന്നു? ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. മറ്റൊന്നാണ് ആഹാര സാധനങ്ങളുടെ ലഭ്യത. ആഹാര സാധനങ്ങളുടെ ലഭ്യത അറിയിക്കാൻ എന്തുൽപ്പാദിപ്പിക്കുന്നു? ഫിറമോൺ. ഉദാഹരണത്തിന് നിങ്ങൾ വായിക്കുന്ന സ്ഥലത്തൊരു പേപ്പറിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിടുക. എന്നിട്ട് ആ സമയത്ത് അവിടെ ഉറുമ്പുകളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുമ്പോഴാണ്. കുറച്ച് കഴിയുമ്പോൾ എവിടുന്നെങ്കിലും 1-2 ഉറുമ്പ് അവിടെ എത്തും. എത്തിയിട്ട് അവരത് കുറച്ച് കഴിക്കും. എന്നിട്ട് അതിൻ്റെ ചുറ്റും കുറച്ച് കറങ്ങിയൊക്കെ നടന്ന് പിന്നെ അത് തിരിച്ചു പോകുന്ന ഡയറക്ഷൻ കൃത്യമായി നോക്കി വെക്കണം. നിങ്ങൾക്ക് കാണാൻ കുറച്ച് കഴിയുമ്പോൾ ആ ഡയറക്ഷനിലൂടെ ഉറുമ്പുകൾ വരിയായിട്ട് വരും. അപ്പോൾ ആഹാര സാധനങ്ങളുടെ ലഭ്യത അറിയിക്കാൻ ഈ സാഹിബ് എന്താ ചെയ്തത്? ഫിറമോൺ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഫുഡ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതിൻ്റെ സഞ്ചാര ദിശയും അല്ലെങ്കിൽ സഞ്ചാരപാത അതും മനസ്സിലായത് എന്തിലൂടെ തന്നെയാണ്? ഫിറമോണിലൂടെ തന്നെയാണ്. സഞ്ചാരപാത അല്ലെങ്കിൽ പാത്ത് ഫോർ ദ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പാത്ത് ഫോർ ദി ട്രാവൽ, യാത്ര ചെയ്യാനുള്ള ദിശ എന്താ പറയുക, അതിൻ്റെ വഴി കാണിച്ചു കൊടുക്കാനൊക്കെ എന്ത് ഉപയോഗിക്കുന്നു? ഫിറമോണുകൾ ഉപയോഗിക്കുന്നു. പാത്ത് ഫോർ ദി മൂവ്മെൻറ്റ്. അതേപോലെ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, അട്രാക്ട് മെയ്റ്റ്സ്. ലാസ്റ്റ് പോയിൻ്റ് അപകട സൂചന നൽകാൻ അല്ലെങ്കിൽ ഡേഞ്ചർ സിഗ്നൽസ് നൽകാനും എന്തുപയോഗിക്കും? ഉറുമ്പുകൾ വരിയായിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ആ വരിയിൽ വെച്ചുകൊണ്ട് ഉറുമ്പിനെ റബ്ബ് ചെയ്താണ്ട് ഇങ്ങനെ കൊന്നു. അപ്പോൾ അവിടെ ഡേഞ്ചർ ഉണ്ടായില്ല, ആക്സിഡൻറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ അത്യാഹിതങ്ങൾ സംഭവിച്ചു. ആർക്ക്? ഉറുമ്പുകൾക്ക്. അപ്പോൾ ആ വിവരം അവർ തമ്മിൽ ഷെയർ ചെയ്യുന്നതും എന്തിലൂടെ തന്നെയാണ്? ഈ പറഞ്ഞ ഫിറമോണിലൂടെ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗത്തെത്തുമ്പോൾ ഉറുമ്പുകളൊക്കെ തിരിഞ്ഞിങ്ങനെ പോരും. കാരണം എന്താ? അവിടെ എന്തുണ്ട്? ഡേഞ്ചർ ഉണ്ട്, അതുകൊണ്ട് അതിൽ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാകും. ആരാ പറയുക? ഉറുമ്പുകൾ പറയുന്നില്ലല്ലോ, ഈ ഫിറമോണിലൂടെ മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? ഫിറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആരാ ഉൽപ്പാദിപ്പിക്കുക? ജന്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുക. എങ്ങോട്ടാണ് ഉൽപ്പാദിപ്പിക്കുക? ശരീരത്തിന് പുറത്തേക്കാണ് ഉൽപ്പാദിപ്പിക്കുക. ഇങ്ങനെയുള്ള വസ്തുക്കൾക്കാണ് എന്ത് പറയുക? ഫിറമോണുകൾ എന്ന് പറയുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയുള്ള 2-3 ഫിറമോണിൻ്റെ പേരും കൂടെ ഇതിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഈ ഭാഗം ക്ലോസ് ആവും. അപ്പം അതിൽ ആദ്യം പഠിക്കേണ്ട ഒരു സാധനമാണ്, സിമ്പിളായതായിക്കോട്ടെ, ബോംബിക്കോൾ എന്നാണ് ഫിറമോണിൻ്റെ പേര്. ബോംബിക്കോൾ. ബോംബിക്കോൾ എന്നുള്ള ഈ ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? ആ ജന്തുവിൻ്റെ പേരും കൂടെ പഠിക്കണം. അതാണ് പെൺപട്ടുനൂൽ ശലഭം. എന്താ പെൺപട്ടുനൂൽ ശലഭം പറഞ്ഞാൽ? പട്ടുനൂൽ പുഴു കേട്ടിട്ടില്ലേ? സിൽക്ക് വേം. ആ സിൽക്ക് വേം, ആ പുഴു കുറച്ചും കൂടെ വളർന്ന് വലുതായാൽ ഒരു പൂമ്പാറ്റയെ പോലെയാവും. ആ പൂമ്പാറ്റ എൻ്റെ ലേഡി, ഫീമെയിൽ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണാണ് എന്ത്? ബോംബിക്കോൾ എന്നുള്ളത്. അപ്പോൾ അത് ആരുൽപ്പാദിപ്പിക്കുന്നു മാത്രമേ പഠിക്കേണ്ടതുള്ളൂ, വേറെ അതിൻ്റെ കഥ ഒന്നും പഠിക്കണ്ട. അപ്പോൾ ബോംബിക്കോൾ എന്ന് പഠിക്കുക. അതിൻ്റെ ഒപ്പം പെൺപട്ടുനൂൽ ശലഭം, ലേഡി അല്ലെങ്കിൽ ഫീമെയിൽ സിൽക്ക് വേം മോത്ത്. ഇംഗ്ലീഷുകാർക്ക് ആ പ്രയാസം. ഫീമെയിൽ സിൽക്ക് വേം മോത്ത് അങ്ങനെ പഠിക്കണം. മലയാളികളാണെങ്കിൽ എന്ത് പറയുക? പിന്നെ പെൺപട്ടുനൂൽ ശലഭം ഒന്നത്. രണ്ടാമത് പഠിക്കേണ്ട ഫിറമോണാണ്. ഹോർമോൺ ഇങ്ങനെ മാറിപ്പോവാണ്, സോറി. അതിൻ്റെ പേരാണ് സിവറ്റോൺ. സിവറ്റോൺ എന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെ കൊടുക്കാം, സിവറ്റോൺ. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് സിവറ്റ് ക്യാറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ വെരുക് എന്ന് പറയും. ചില സ്ഥലത്തൊക്കെ അതിന് മെരുക് എന്ന് പറയാറുണ്ട്, പക്ഷേ കറക്റ്റ് മലയാളം വെരുകാണ്. അപ്പോൾ ആ വെരുക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാസം എന്താ പറയുക? ഫിറമോണാണ് എന്ത്? സിവറ്റോൺ എന്നുള്ളത്. ഓക്കെ, രണ്ടെണ്ണമായി. മൂന്നാമത്തത് നിങ്ങൾക്കൊക്കെ അറിയുന്നൊരു വസ്തുവാണ് കസ്തൂരി
അല്ലെങ്കിൽ അതിനെ മസ്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. മസ്ക് എന്ന് പറഞ്ഞാലും മതി, മസ്ക് എന്ന് പറയുക, അല്ലെങ്കിൽ മസ്കോൺ. ഈ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് കസ്തൂരി ആകുമ്പോൾ കസ്തൂരി മാനാണ്, മസ്ക് ഡിയർ എന്ന് പറയും. ഇതാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് മൂന്നും ആകുമ്പോൾ 3 ഫിറമോണിൻ്റെ പേരും പഠിച്ചു, അത് ഉൽപ്പാദിപ്പിക്കുന്ന ജന്തുക്കളുടെ പേരും പഠിച്ചു, പിന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ പഠിച്ചു, ഹോർമോണും ഫിറമോണും തമ്മിലുള്ള വ്യത്യാസവും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതല്ലാതെ നിങ്ങൾ ഫിറമോണിലൊന്നും പഠിക്കണ്ട. ഇപ്പറഞ്ഞതല്ലാത്തൊരു ചോദ്യം പരീക്ഷയ്ക്ക് ഇത്രയും കാലം വന്നിട്ടുമില്ല, ഇനി അങ്ങോട്ട് ഫിറമോണിൻ്റെ ഭാഗത്തുനിന്ന് വരില്ല. അപ്പോൾ ഇത് മാത്രം പഠിച്ചു കിട്ടും. ഓക്കെ, പാഠം തീരാൻ പോവാണ്. ഇനി നമുക്ക് ചെറിയൊരു ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. അതാണെന്ത്? സസ്യ ഹോർമോണുകൾ അല്ലെങ്കിൽ പ്ലാൻ ഹോർമോൺസ് എന്നുള്ളത്. ആ ഹോർമോണുകളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ല രീതി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിളായിട്ട് ക്യാപ്സൂൾ പോലെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് പറയും ചെയ്യുക, അതിൻ്റെ ഒപ്പം ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ചെയ്യാം. അതുകൊണ്ട് നമുക്കിനി അങ്ങനത്തെ ഒരു കാര്യം സ്ക്രീനിൽ കാണാം, അത് വെച്ചുകൊണ്ട് നമുക്ക് തുടരാം. ഓക്കെ, യെസ്, ഓക്കെ ചിൽഡ്രൻ. അപ്പോൾ ഇനി നമുക്ക് സസ്യ ഹോർമോണുകൾ അല്ലെങ്കിൽ പ്ലാൻ ഹോർമോൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൽ ഉള്ള പ്രധാനപ്പെട്ട പ്ലാൻ ഹോർമോൺസിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കുക, ഒന്നാമത്തെ ഭാഗമാണ് സൈറ്റോകൈനിൻ, രണ്ടാമത്തേതാണ് ഓക്സിനുകൾ, വേറൊന്നാണ് ജിബ്ബർലിൻ. ഞാൻ ഇംഗ്ലീഷിൽ കാണിക്കുന്നുണ്ട്, മലയാളത്തിൽ പറയുകയും ചെയ്യാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ സൈറ്റോകൈനിൻ എന്നുള്ളൊരു ഹോർമോൺ നിങ്ങൾ കുറിക്കുന്നുണ്ടെങ്കിൽ അതേപോലെയാണ് കുറിച്ചാൽ മതി. അപ്പോൾ സൈറ്റോകൈനിൻ എന്നുള്ള ഹോർമോണിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. സെൽ ഗ്രോത്ത്, അതായത് സെല്ലിൻ്റെ കോശ വളർച്ച, കോശങ്ങളുടെ വളർച്ച, സെൽ ഡിവിഷൻ, കോശ വിഭജനം, ദെൻ മെയിൻ പോയിൻ്റ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത്, അതായത് സെൽ ഡിഫറൻസിയേഷൻ. ഈ ഒരു പോയിൻ്റ്, അതായത് കോശ വൈവിധ്യവൽക്കരണം എന്നുള്ളൊരു പോയിൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. അതായത് സൈറ്റോകൈനിനുമായി ബന്ധപ്പെട്ട് മറ്റുള്ളതൊക്കെ നിങ്ങൾ മറന്നുപോയാലും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പോയിൻ്റാണ് ഏത്? സെൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം എന്നുള്ള പോയിൻ്റ്. അപ്പോൾ ആ ഒരു സെൻസിൽ നിങ്ങളത് എടുക്കണം, ആ സെൻസിൽ നിങ്ങളത് പഠിക്കണം, അങ്ങനെ നിങ്ങളത് ഓർക്കണം. ഓക്കെ, ബാക്കിയുള്ളത് വിടണം എന്നല്ല പറഞ്ഞത്, ബാക്കിയുള്ളത് കയ്യിൽ നിന്ന് ചാടി പോയാലും മറന്നാലും സൈറ്റോകൈനിൻ എന്ന് കേട്ടാൽ ഈ ഒരു വാക്ക് മറക്കരുത്. എന്ത്? കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്നുള്ള വാക്ക് മറക്കാനേ പാടില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തെ ഹോർമോണാണ് ഓക്സിൻ. ഇംഗ്ലീഷും മലയാളമൊക്കെ പേരൊന്നു തന്നെയാണ്, ബാക്കി അങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. അതിൽ സെൽ ഗ്രോത്ത് ഒന്നാമത്തേത്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. സെൽ ഗ്രോത്ത് ഇവിടെയുണ്ട്, കോശ വളർച്ച. പിന്നെ സെൽ എലോങ്ങേഷൻ, ആ പോയിൻ്റാണ് ഇവിടെ നമ്മൾ അതേപോലെ പഠിക്കേണ്ടത്. സെൽ എലോങ്ങേഷൻ, ഈ ഒരു പോയിൻ്റ് ശരിക്കും നോട്ട് ചെയ്ത് വെക്കുക. ഓക്സിൻ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പഠിച്ച് വെക്കുക, ഇത് നോട്ട് ചെയ്ത് വെക്കുക. പ്രൊമോട്ടിങ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ് ഫ്രൂട്ട് അതായത് അറ്റത്തുള്ള നമ്മൾ ഈ ബഡ് ഉണ്ടാവില്ല, മൊട്ട് അല്ലെങ്കിൽ എൻ്റെ എന്താ നമ്മൾ പറയുക, തളിരില എന്നൊക്കെ പറയില്ലേ, തൂമ്പ് എന്നൊക്കെ പറയില്ലേ ചില സ്ഥലത്ത്. ഈ സാധനത്തിൻ്റെ എന്ത് ചെയ്യുക? വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുക, വളർച്ചയെ സഹായിക്കുക. ടെർമിനൽ ബഡിൻ്റെ വളർച്ചയെ സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ. പിന്നെ ഫ്രൂട്ട് ഫോർമേഷൻ, ചെടികളിൽ ഫ്രൂട്ട് ഉണ്ടാവാനൊക്കെ സഹായിക്കും. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചുകൊണ്ട് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ് സെൽ എലോങ്ങേഷൻ. നേരത്തെ പറഞ്ഞ പോലെ മരിച്ചാലും മറക്കാൻ പാടില്ലാത്തതാണ് സെൽ എലോങ്ങേഷൻ. മൂന്നാമത്തെ ഹോർമോണാണ് ജിബ്ബർലിൻ. അവിടെ സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ. അതുതന്നെയാണ് പഠിക്കേണ്ട പോയിൻ്റ്. ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ, അതായത് മുളക്കൽ നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിത്ത് മുളക്കണമെങ്കിൽ അതിൻ്റെ വിത്തിൻ്റെ ഉള്ളിലുള്ള സ്റ്റോർഡ് ഫുഡ് ഉണ്ടാവും. അതായത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ സംഭരിച്ച ഫുഡ്, അതിനെ മലയാളത്തിൽ പറഞ്ഞ പേരാണ് സംഭൃതാഹാരം. ഈ സംഭൃതാഹാരം എന്ന് പറഞ്ഞാൽ സംഭരിച്ച ആഹാരം. ഈ സംഭരിച്ച ആഹാരത്തിൻ്റെ വിഘടനത്തിന് സഹായിക്കുക, അല്ലെങ്കിൽ സംഭൃതാഹാരത്തിൻ്റെ വിഘടനത്തിന് സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പണി. അത് നടക്കുമ്പോൾ അതിൻ്റെ ഒപ്പമായിട്ട് ജെർമിനേഷൻ അല്ലെങ്കിൽ വിത്ത് മുളക്കൽ നടക്കും. ഇതാണ് ധർമ്മം. പിന്നെ സ്പ്രൗട്ടിങ് ഓഫ് ലീവ്സ്, ഇല മുളക്കാൻ സഹായിക്കുക അല്ലെങ്കിൽ ഇലകൾ ഉണ്ടാവാൻ സഹായിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഫങ്ഷൻ ആണ്. അപ്പോൾ എന്താ പറഞ്ഞത്?
ഇവിടെ പഠിക്കേണ്ട പ്രധാന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തത് എങ്ങനെയാണ്? മാർക്ക് ചെയ്തിട്ടില്ലല്ലേ, അതുകൊണ്ടാണ്. സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ. കുറച്ച് പഠിക്കാനുള്ളൂ, വലിയ സെൻറ്റൻസാണ് കേട്ടോ. ഇനി മലയാളികൾക്ക് സമൃദ്ധാഹാരത്തിൻ്റെ വിഘടനം, അവരൊറ്റ വാക്കടിച്ചാൽ മതി. ഇംഗ്ലീഷുകാർക്ക് ചുരുക്കിത്തരാം എങ്ങനെ? ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ്, അത്ര മതി. ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ നിങ്ങൾ പഠിക്കണ്ട. പഠിച്ചുകൂടി? അപ്പോൾ 3 പറഞ്ഞു, പഠിക്കേണ്ട 3 പോയിൻ്റ് പറഞ്ഞു. ബാക്കിയുള്ളത് നിങ്ങൾ സൗകര്യം പോലെ പഠിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. ചിലപ്പോൾ ആ ചോദ്യം വന്നാൽ കൊടുങ്ങൂല. എന്തായാലും ഇതിനെ പഠിച്ചാൽ മതി കേട്ടോ. അടുത്തത് എഥിലിൻ. ശ്രദ്ധിക്കണേ, എഥിലിൻ എന്നുള്ള ഹോർമോണാണ് അടുത്തത്. ഇതിൻ്റെ പണി എന്താണ്? റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്, അത് തന്നെയാണ് മൂപ്പരെ പറ്റിയിട്ട് പഠിക്കാനുള്ള പ്രധാന ആശയം. ഇനി എക്സസ് എമൗണ്ട് ഓഫ് എഥിലിൻ കോസ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്. എഥിലിൻ കൂടിയാൽ എന്ത് സംഭവിക്കും? ഇലകളും പഴങ്ങളൊക്കെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും. അപ്പോൾ ഇലകളും പഴങ്ങളും പാകമാവുക, അതാണ് റൈപ്പനിങ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇലകളും പഴങ്ങളും പാകമാവുക, അതിന് സഹായിക്കുക. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ലാസ്റ്റ് ഹോർമോൺ, സസ്യ ഹോർമോൺ, അതാണ് അബ്സിസിക് ആസിഡ്. ഇംഗ്ലീഷ് മലയാളമൊക്കെ ഒന്നിനെ കേട്ടോ. അബ്സിസിക് ആസിഡ് എന്ന് എഴുതുക. എന്നിട്ട് നോക്കണേ, ഒറ്റ വാക്ക് പഠിക്കാനുണ്ട്, ഡോർമെൻസി ഓഫ് എംബ്രിയോ. ഇതാണ് മെയിനായ പോയിൻ്റ്. ഡോർമെൻസി ഓഫ് എംബ്രിയോ, അതായത് ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ. ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ അല്ലെങ്കിൽ ഭ്രൂണത്തിൻ്റെ നല്ല അവസ്ഥ എന്ന് പറഞ്ഞാലും മതി. ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പഴുത്ത ഇലകളും പഴങ്ങളൊക്കെ എന്താ പറയുക, വീഴ്ത്താൻ, നമ്മൾ പറിക്കാറില്ല അല്ലെങ്കിൽ വീഴാറില്ല മരത്തുമെന്ന്, അതിന് സഹായിക്കുന്ന ഹോർമോണാണ് അബ്സിസിക് ആസിഡ്. ഇത്രയും കാര്യങ്ങളാണ് സസ്യ ഹോർമോണുകളിൽ. ആകെ 5 ഹോർമോണേ ഉള്ളൂ. 5 വാക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അങ്ങനെ പഠിച്ചു പോകണം. വിടരുതേ, വിട്ടാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോയോക്കുക. അവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ് എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്രിമ സസ്യ ഹോർമോണുകൾ എന്നാണ് അതിൻ്റെ പച്ച മലയാളം. എന്താ അത് പറഞ്ഞാൽ? സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഇപ്പോൾ പറഞ്ഞ 5 എണ്ണം, സസ്യങ്ങളിൽ തന്നെ ഉണ്ടാവുന്നതാണ്. എന്നാൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില ഹോർമോണുകൾ സസ്യങ്ങൾ ഉണ്ടാക്കുമെങ്കിലും എന്തു ചെയ്യും? കർഷകർ അതിനെ കൃത്രിമാക്കിയിട്ട് ചെടികളിലേക്ക് കൊടുക്കുന്ന ഹോർമോണുകളുണ്ട്. അങ്ങനെയുള്ള ഹോർമോണുകൾക്കാണ് നമ്മൾ എന്ത് പറയുക? ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയാം. The hormones prepared by man and is used by the man to the plants is called എന്ത്? ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഹോർമോൺ. അതിലൊന്നാമനാണ് ആര്? ഓക്സിൻസ്. നേരത്തെ ഓക്സിൻ പറഞ്ഞു, ഇവിടെയുണ്ട് ഓക്സിൻ. ഇവിടുത്തെ ഓക്സിൻ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ അഗ്രികൾച്ചറൽ ഫീൽഡ് ടു പ്രിവെൻറ്റ് ദ ഡ്രോപ്പിംഗ് ഓഫ് പ്രീമെച്വർ ഫ്രൂട്ട്സ്, പിന്നെ ഫോർ ദി സ്പ്രൗട്ടിംഗ് ഓഫ് റൂട്ട്സ് ആസ് എ വീഡിസൈഡ്. 3 കാര്യങ്ങളുണ്ട്. മാർക്ക് ചെയ്ത് തരാം. ഇത് നിങ്ങൾ എഴുതി പഠിക്കണം, അല്ലെങ്കിൽ പണി പാടും. ശ്രദ്ധിക്കണേ, 3 എണ്ണം നോക്കുക. ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കൃത്രിമ സസ്യ ഹോർമോണിൽപ്പെട്ട ഓക്സിനിൻ്റെ ഉപയോഗമാണ് നോക്കുക. ഒന്ന് എന്തിന്? ടു പ്രിവെൻറ്റ്, നോക്കണേ, പ്രിവെൻറ്റ് ദ ഡ്രോപ്പിംഗ് ഓഫ് പ്രീമെച്വർ ഫ്രൂട്ട്. അതായത് ഫലം കൃത്യമായി മൂപ്പാവാതെ ചാടാറുണ്ടല്ലോ, കൊഴിയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഓക്സിൻ വിഭാഗത്തിൽ പെടുന്ന മരുന്ന്, ഓക്സിൻ എന്നുള്ള പേരിലാവില്ല ഉണ്ടാവുക, പക്ഷേ ഓക്സിൻ വിഭാഗത്തിൽ പെടുന്ന മരുന്നുകളാണ് അങ്ങനെ ആകുമ്പോൾ സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെടികൾക്ക് കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, പിന്നെ പാകമാവാത്ത പഴങ്ങൾ പൊഴിയുന്നത് തടയാൻ, അതാണ് പ്രിവെൻറ്റ് ദ ഡ്രോപ്പിംഗ് ഓഫ് പ്രീമെച്വർ ഫ്രൂട്ട്സ്. അപ്പോൾ പാകമാവാത്ത പഴങ്ങൾ കൊഴിയുന്നത് തടയാൻ ഇത് ഉപയോഗിക്കുന്നു. 2, ഫോർ സ്പ്രൗട്ടിംഗ് ഓഫ് റൂട്ട്സ്. ഫോർ സ്പ്രൗട്ടിംഗ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ വേര് മുളപ്പിക്കാൻ. ഇപ്പോൾ റോസിൻ്റെ കൊമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ നടൂലേ, ആ നടുന്ന സമയത്ത് അത് പിടിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ്. പക്ഷേ അത് ഇങ്ങനെയുള്ള ഈ ഓക്സിൻ അടങ്ങിയ മരുന്നുകളിൽ മുക്കിയിട്ട് കുറച്ച് നേരം തണലത്ത് വെച്ച് ഉണക്കി, തണലത്ത് വെച്ച മരുന്ന് മാത്രം ഉണക്കുക, കൊമ്പ് ഉണക്കല്ല, ഉണക്കിയിട്ട് പിന്നെയാണ് നമ്മൾ നടുന്നതെങ്കിൽ സുഖമായിട്ട് വേരുകളുണ്ടാവും, പെട്ടെന്ന് തന്നെ ഉണ്ടാവും, പെട്ടെന്ന് ചെടി പിടിച്ചു കിട്ടും ചെയ്യും. അതാണ് സ്പ്രൗട്ടിംഗ് ഓഫ് ഫ്രൂട്ട്സ്, വേര് മുളപ്പിക്കാൻ. വേറൊന്നാണ് വീഡിസൈഡ് എന്ന് വെച്ചാൽ പുല്ലിനൊക്കെ ചില ആളുകൾ മരുന്നടിച്ചത് കരിഞ്ഞു പോയത് കണ്ടിട്ടില്ല നിങ്ങൾ, അങ്ങനെയുള്ള മരുന്നിനാണ് നമ്മൾ വീഡിസൈഡ് എന്ന് പറയുക. അങ്ങനെ വീഡിസൈഡായിട്ടും എന്തുണ്ട്, ഓക്സിനുകളെ ഉപയോഗിക്കാറുണ്ട്. ഓക്സിൻ അല്ല, ഓക്സിൻ വിഭാഗത്തിൽ പെടുന്ന ഹോർമോണുകളെ ഉപയോഗിക്കാറുണ്ട്. അത്രയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. 3 ആവശ്യങ്ങൾ പഠിക്കണേ. 1, പിന്നെ പാകമാവാത്ത പഴങ്ങൾ കൊഴിയുന്നത് തടയാൻ.
പിന്നെ വേര് മുളപ്പിക്കാൻ അടുത്തത് വീഡിസൈഡായിട്ട്. രണ്ടാമത്തെ ഹോർമോണാണ് ജിബ്ബർലിൻസ്. അപ്പുറത്തുകൊണ്ട് ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദി ഫ്രൂട്ട് സൈസ് അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. പഴങ്ങളുടെ വലിപ്പം കൂട്ടാൻ വേണ്ടി. എവിടെ? ഇൻ ഗ്രേപ്സ് ആൻഡ് ആപ്പിൾസ്. അപ്പോൾ ഇൻക്രീസിങ് ഫ്രൂട്ട് സൈസ് ഇൻ ഗ്രേപ്സ് ആൻഡ് ആപ്പിൾസ് ആൻഡ് ആൾസോ ഫോർ പ്രിവെൻറ്റിംഗ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ടു അസിസ്റ്റ് മാർക്കറ്റിംഗ്. നോക്കണേ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് മുന്തിരിയിലും ആപ്പിളിലും, ആപ്പിൾ മാത്രമല്ല മുന്തിരി, ആപ്പിൾ, ഓറഞ്ച് ഇതിലൊക്കെ ഉണ്ട്. അതേപോലെ കാബേജ് ചില സമയത്തുണ്ടല്ലോ നിങ്ങൾ ഏറ്റിയ പൊന്താത്ത ജാതി കാബേജ് വരുന്നത്. ഇതിലൊക്കെ എന്താണ് പഴങ്ങൾ ഈ ഫ്രൂട്ടിൻ്റെ അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ വലിപ്പം കൂടാൻ വേണ്ടി തളിക്കുന്ന മരുന്നാണ് ജിബ്ബർലിൻ. പിന്നെ അടുത്ത് പ്രിവെൻറ്റ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ടു അസിസ്റ്റ് മാർക്കറ്റ്. ഇപ്പോൾ നോക്കുക, ചില വിലയില്ലാത്ത കാലത്ത് എന്ത് ചെയ്തു, പഴങ്ങൾ പഴുത്താൽ ചിലപ്പോൾ കർഷകർക്ക് മുതലാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാലത്ത് ഇത് റൈപ്പനിങ് ആവുന്നത്, പാകമാവുന്നത്, പഴുക്കുന്നത് തടയാനും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹോർമോൺ. അതാണ് പ്രിവെൻറ്റ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ടു അസിസ്റ്റ് മാർക്കറ്റിംഗ് സൗകര്യങ്ങൾക്ക് വേണ്ടി ഫലങ്ങൾ പഴുക്കുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? അടുത്ത് നോക്കുക, എഥിലിൻ ഈസ് യൂസ്ഡ് ഫോർ ഫ്ലവറിംഗ് ഓഫ് പൈനാപ്പിൾ പ്ലാന്റ്സ് അറ്റ് എ ടൈം ആൻഡ് ഫോർ ദ റൈപ്പനിങ് ഓഫ് ടൊമാറ്റോ, ലെമൺ, ഓറഞ്ച്. ഇപ്പോൾ നോക്കുക, പൈനാപ്പിൾ തോട്ടങ്ങൾ ഒന്നായിട്ട് ഒരേ സമയത്ത് പൂക്കൾ ഉണ്ടാവാൻ, എന്നല്ലെങ്കിൽ ഒരുമിച്ച് പറിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് തക്കാളിയിൽ, നാരങ്ങയിൽ, ഓറഞ്ചിലൊക്കെ പൂക്കൾ ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് അല്ലെങ്കിൽ ഹോർമോണാണ് എഥിലിൻ എന്നുള്ളത്. ഇനി നോക്കുക, എത്തിഫോൺ പുതിയൊരാളാണ് പരിചയപ്പെടുത്തുന്നത്. എത്തിഫോൺ, എ കെമിക്കൽ വിച്ച് ഈസ് അവൈലബിൾ ഇൻ ലിക്വിഡ് ഫോം ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എഥിലിൻ. എത്തിഫോണിനെ എഥിലിനാക്കിയിട്ട് മാറ്റും വെൻ യൂസ്ഡ് ഇൻ റബ്ബർ ട്രീസ് ആൻഡ് ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ലാറ്റക്സ്. അപ്പോൾ റബ്ബർ ചെടികളിൽ പാലുൽപാദനം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന എഥിലിൻ്റെ കുടുംബക്കാരനായ ഒരു ഹോർമോണാണ് എത്തിഫോൺ. അപ്പോൾ എത്തിഫോൺ എന്ന് പഠിക്കുക, എന്നിട്ട് അതിൻ്റെ ഒപ്പം ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ലാറ്റക്സ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ള ഒക്കെ വിട്ടാളി പഠിച്ചുകൂടി. അപ്പോൾ അത് പേടിയാതെ. ഇനി അടുത്തതാണ് അബ്സിസിക് ആസിഡ്. ഒറ്റ കാര്യം പഠിക്കാനുള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹാർവെസ്റ്റിംഗ് ഫ്രൂട്ട്സ് അറ്റ് ദ സെയിം ടൈം. പഴങ്ങളുണ്ടായതൊക്കെ ഒരേ സമയത്ത് വിളവെടുക്കാനാകണമെങ്കിൽ ഈ എന്ത് ചെയ്യും, അബ്സിസിക് ആസിഡ് തളിച്ചു കൊടുക്കും. അപ്പോൾ മൂപ്പായതും മൂപ്പാകാത്തൊക്കെ ഒരേ സമയത്ത് പഴുത്തിന് വരും. മാങ്ങ ചിലപ്പോൾ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ല ഞങ്ങൾ, ഇതേപോലെ തന്നെ. അപ്പോൾ പഴങ്ങളിൽ ഹാർവെസ്റ്റിംഗ് സൗകര്യത്തിന് വേണ്ടി തളിക്കുന്ന മരുന്നാണ് അല്ലെങ്കിൽ ഹോർമോണാണ് എന്ത്, അബ്സിസിക് ആസിഡ് എന്നുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ളതിൻ്റെ യൂസും പഠിക്കണം, മറ്റേതിൻ്റെ ഞാൻ ആ പറഞ്ഞ പ്രധാനപ്പെട്ട യൂസും പഠിക്കണം. ഇതോടുകൂടി നമ്മളുടെ 3rd ചാപ്റ്റർ തീർന്നിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും കുറേശ്ശെയായിട്ട് നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. പിന്നെ അതേപോലെ പഴയ ക്വസ്റ്റ്യൻസ് കുറേ കിട്ടിയതുണ്ട്, അതൊക്കെ നമുക്ക് ഓരോ ദിവസം കുറേശ്ശെയായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിലൂടെ തന്നെ അത് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഇപ്പോൾ കാക്കൊല്ല പരീക്ഷ വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ തീർത്തു. ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഭാഗം കിട്ടാത്ത ആളുകളുണ്ട്. അപ്പോൾ അവരെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോസ് വിടുന്നുണ്ട്. ഓരോന്നിലും അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പഴയ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലിങ്കും കൂടെ കോപ്പി ചെയ്യലുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നിങ്ങളെ കൂട്ടുകാരിലേക്കും കൂടെ നിങ്ങൾ ഈ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവരെയും കൂടി സബ്സ്ക്രിപ്ഷൻ കിട്ടിയാൽ നമുക്കതൊരു സഹായമാണ്. പിന്നെ നിങ്ങൾക്കും വീഡിയോസും അതേപോലെ കാര്യങ്ങൾ, പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കാണണം, കേൾക്കണം. ഒരു കാരണവശാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം നിർത്താം. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.